ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ തമ്പനയിലും പിന്നെ പ്രിവ്യൂലൊക്കെ കണ്ടിട്ടുണ്ടാവും. പുത്തനത്താണി ഫെസ്റ്റാണ്, അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ അവിടെ എത്തി. അപ്പോൾ വണ്ടി കുറച്ച് ദൂരെയാണ് പാർക്ക് ചെയ്തത്. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഒരു ടിക്കറ്റിന് 50 രൂപയാണ്. അപ്പോൾ ഇതാണ് പുറത്തുനിന്നുള്ളൊരു വ്യൂ. ഇനി നമുക്ക് ഉള്ളിലോട്ട് കയറാം. അപ്പോൾ ഇതാണ് ഉള്ളിലോട്ട് കയറുമ്പോഴുള്ളൊരു വ്യൂ. ഫുള്ള് ചെടികളൊക്കെ വെച്ച് ഫുള്ള് ഡെക്കറേഷൻ ചെയ്ത് നല്ല ഭംഗിയുണ്ട് കാണാൻ. പ്ലാസ്റ്റിക്കും ഒറിജിനലും എല്ലതും ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഫസ്റ്റ് ദിവസം പോയതാണ്. പിന്നെ ഒരു വട്ടം കൂടി പോയി. ഫസ്റ്റ് പോയത് ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും കൂടെ, പിന്നെ പോയത് മാമിയും കസിനും ഉമ്മയും ഞാനും എല്ലാവരും കൂടിയാണ് പോയത്. അപ്പോൾ 2 വീഡിയോ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ വ്ളോഗ് ഞാൻ സെറ്റാക്കിയിരിക്കുന്നത്. അപ്പോൾ മുഴുവനായിട്ടും കാണുക. അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ചും കൂടി മുന്നിൽ പോയപ്പോൾ ഇല്ല പുത്തനത്താണി എന്നൊക്കെ എഴുതിയിട്ട് അങ്ങനെ സംഭവമുണ്ട്. പിന്നെ ഉള്ളിലേക്ക് കയറിയാൽ ഫുള്ള് മീൻ, തത്ത ഉണ്ടായിരുന്നു, പൂച്ച ഉണ്ടായിരുന്നു, ഓന്ത്, പ്രാവ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ നമ്മളെ പഞ്ചവർണ്ണ തത്തത്തെ ഒരു പക്ഷി ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പലതരത്തിലുള്ള മീനുകളുണ്ടായിരുന്നു. ആളെ കടിക്കുന്ന മീനൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്, കേൾക്കണത്. അപ്പോൾ അതൊക്കെ കണ്ട് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് കണ്ട് ഇങ്ങനെ വരികയാണ്. പിന്നെ അടുത്തത് കുട്ടി കുട്ടി മീനുകൾ, അത് പല കളറിലുള്ളതൊക്കെ ഉണ്ടായിരുന്നു. എനിക്കിപ്പോൾ ഇത്രയും എടുത്തതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവരെയാണ്. ഇവരാണെങ്കിൽ നല്ല പോസിൽ നിന്ന് തരുന്നുണ്ട് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട്. പിന്നെ ഇയാളാണെങ്കിൽ ഫുൾ ഉറക്കമാണ്, വിളിച്ചിട്ടൊന്നും എണീക്കണില്ല. പിന്നെ അടുത്തത് ഓന്ത്, അതിൻ്റെ അടുത്തേക്കേ പോയിട്ടില്ല. പിന്നെ തത്ത, അടുത്തതും ഒരു പൂച്ച. ആ പൂച്ചേനെ കുറേ വിളിച്ചു നോക്കി, ഒരു മൈൻഡും ഇല്ല, അങ്ങോട്ട് തന്നെ തിരിഞ്ഞ് നിൽക്കുകയാണ്. നല്ല ഡിമാൻഡാന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഒരു നോട്ടം തന്ന്, പാവങ്ങളല്ലേ ഒരു നോട്ടെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അങ്ങനെ അടുത്തത് ഇതാണ് ഞാൻ പറഞ്ഞ തത്ത. ഈ തത്ത ആണെങ്കിൽ എങ്ങനെ ഈ കൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ചാടാമെന്ന് ആലോചിച്ച് നിൽക്കുന്ന ഒരാളാണ്. കുറേ നേരമായി ആ പൂട്ടുമ്പോൾ അങ്ങനെ കടിക്കും. പിന്നെ അടുത്തത് ഇതിൻ്റെ പേരെന്താണെന്ന് അറിഞ്ഞൂടാ. അങ്ങനെ അതും കണ്ടു. പിന്നെ അടുത്തത് ഇതാണ് നമ്മൾ മെയിൻ സംഭവം, പാമ്പ്. വേണമെങ്കിൽ കൈമലൊക്കെ വെച്ച് തരും. അപ്പോൾ എനിക്ക് ധൈര്യം നല്ലോണം ഉണ്ടായതുകൊണ്ട് ഞാൻ ഉമ്മാടുപ്പാടും ചോദിച്ചു ഞാൻ വെക്കട്ടെ എന്ന്. പക്ഷേ സമ്മതിച്ചില്ല, ചുമ്മാ പറഞ്ഞതാ, ഞാൻ എന്തായാലും വെക്കൂല, എനിക്കെല്ലാം പേടിയാണ്. പിന്നെ ആ തത്തനെ ഇങ്ങനെ ഒരാൾ കളിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് എടുത്തതാണ്. ഇതുവരെ ഉപ്പ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഭാഗം എത്തിയപ്പോൾ ഉപ്പാനെ കാണാനില്ല. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും വലിയ ഇഷ്ടമില്ല. നമുക്കെന്താ കുറേ കമ്മൽ, മാല, അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളാണ്. പക്ഷെ അനിയനുണ്ട് കൂടെ. അപ്പോൾ ഈ ഒരു ഭാഗം എത്തിയപ്പോൾ ഉപ്പാനെ കാണാനില്ല. ഇപ്പോൾ എവിടെയോ എത്തിക്കണ്. സംഭവം എന്താ, എന്തെങ്കിലും പറഞ്ഞാലോ എന്ന് പേടിച്ചിട്ടാണ്. പണ്ടൊക്കെ ഇതിനോടൊക്കെ ഭയങ്കര ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ വലുതായതുകൊണ്ടാവാം ഇതൊക്കെ കാണുമ്പോൾ ഒന്നും തോന്നണില്ല. നമുക്കെന്താ കുറേ മിഠായി വാങ്ങണം, കമ്മൽ, മാല, അതൊക്കെയാണ് ഇപ്പോൾ ഉള്ളൊരാഗ്രഹം. പിന്നെ പണ്ടത്തെ മിഠായികളൊക്കെ ഉണ്ടായിരുന്നു. പുളിമുട്ടായി, കർച്ചാപുറിച്ചി, ഇമ്പിളി മുട്ടായി. ഞങ്ങളവിടെ ഇങ്ങനെ കേട്ടാ പറയുക. നിങ്ങളവിടെ എന്തൊക്കെയാണ് പറയണമെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ 250 റുപ്യക്ക് ചെരുപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ കാണലൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ മെയിൻ സ്ഥലത്തേക്ക് എത്തി. ആൾക്കാരൊക്കെ ഒരു അത്യാവശ്യത്തിനൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും ഓവറും അല്ല, അങ്ങനത്തെ രീതിയിലായിരുന്നു ആൾക്കാരൊക്കെ. അങ്ങനെ നമ്മൾ ഓരോ റൈഡ് ഇങ്ങനെ കണ്ട് ആസ്വദിക്കുകയാണ്. പിന്നെ അടുത്തത് നമുക്ക് കയറാം. അപ്പോൾ നമ്മൾ മെയിൻ ഏന്തൂഞ്ഞാല അവിടെ ഉണ്ട്. അപ്പോൾ ഏന്തൂഞ്ഞാലയ്ക്ക് 100 രൂപയാണ് കയറാൻ. ഇതിൽ കയറണം എന്നുണ്ടായിരുന്നു, പക്ഷേ എന്തോ പേടിയായപ്പോൾ കയറിയില്ല. ആൾക്കാർ കുറവായിരുന്നു ഇതിൽ മാത്രമല്ല എല്ലാ റൈഡിലും ആൾക്കാർ കുറവാണ്, അതുകൊണ്ട് നമുക്ക് കയറാനും സുഖമാണ്. അങ്ങനെ അതൊക്കെ കണ്ട് അടുത്ത പരിപാടി എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോപ്കോൺ വാങ്ങി. ഇവനാണെങ്കിൽ വീഡിയോ എടുത്തൊന്ന് കഴിഞ്ഞെങ്കിൽ എനിക്ക് തിന്നാമായിരുന്നു എന്നുള്ള രീതി നിൽക്കുകയാണ്. ഏന്തൂഞ്ഞാല ദൂരം നിന്നല്ല കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇനി എടുത്തൊന്നും കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഫുൾ വ്യൂ. ഞാനും അനിയനും മറ്റേ തോണി പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, ആ റൈഡിൽ കയറിയിരുന്ന് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ വീഡിയോ കാണുന്നതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെ എല്ലാം കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോൾ ഇതാട്ടോ പുറത്തുനിന്നുള്ളൊരു വ്യൂ. പിന്നെ ഒരു ചെറിയ കാര്യം കൂടി, നമ്മൾ കഷ്ടപ്പെട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് പിന്നെ സ്പേസ് കഴിഞ്ഞിട്ട് കുറേ നമ്മൾ ഒഴിവാക്കി, അങ്ങനെ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ കുറ്റപ്പെടുത്താനും കളിയാക്കാനൊക്കെ ഒരുപാട് പേരുണ്ടാവും. അതൊന്നും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട. നമ്മളെ വീഡിയോസ്
പിന്നെ ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുക. കഷ്ടപ്പെട്ടതിന് എന്നെങ്കിലും ഫലം ഉണ്ടാവും. അപ്പോൾ ഈ കളിയാക്കിയ ആൾക്കാർ തന്നെ വന്നിട്ട് നല്ലത് പറയും. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഒരു യൂട്യൂബർ ഉണ്ടെങ്കിൽ അവരോടാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാം കണ്ട് ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണമൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ പോയി. അപ്പോൾ ഇത് പിന്നെ ഒരു ദിവസം പോയതാണ്. മാമിയും കസിനും അങ്ങനെ എല്ലാവരും കൂടി പോയതാണ്. ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാം ഇങ്ങനെ കണ്ടിങ്ങനെ പോവുകയാണ്. അപ്പോൾ ലിയ, അതായത് എൻ്റെ കസിന്, അപ്പോൾ അവൾക്കൊരു അനിയനുണ്ട്. അപ്പോൾ അനിയനോട് പറയാണ്, അനിയൻ്റെ പേര് ഹംദാൻ എന്നാണ്. അപ്പോൾ ഹംദാനോട് പറയാണ് ഇവിടെ നിന്നൊക്കെ കണ്ണിങ്ങനെ പൊത്തിയിട്ട് ഇങ്ങനെ നടന്ന് വന്നാൽ മതിയെന്ന്. അപ്പോൾ എന്തെങ്കിലും വാങ്ങിക്കൊടുത്താൽ തന്നെ അത് 2 ദിവസം കൊണ്ട് പരിപ്പിളക്കും. അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് നമ്മളെ മെയിൻ സ്ഥലം, കമ്മൽമാല ഒക്കെ ഉള്ളത്. അപ്പോൾ പിന്നെ ഒരു വട്ടം കണ്ടതുകൊണ്ട് വലുതായിട്ടൊന്നും കാണാനില്ല. ഓരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോ കൂടെ വന്നതാണ്. മാല, മോതിരം, അതിന്മേൽ പേരൊക്കെ എഴുതൂലേ, അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സംഭവം കഴിച്ചു. പിന്നെ ഞാനും കസിനും ഈ ഒരു റൈഡിൽ കയറി. അതിൽ കയറിയപ്പോൾ ഫുൾ കോമഡി ആയിരുന്നു. ഹംദ് ഫുൾ പവറിലായിരുന്നു, ഡാൻസൊക്കെ കളിക്കണ്ടായിരുന്നു. അപ്പോൾ ഈ ഫെസ്റ്റ് വരുന്നത് നവംബർ 8 മുതൽ ഡിസംബർ 8 വരെയാണ്. അപ്പോൾ സ്ഥലം വരുന്നത് തിരുനാവായ റോഡ്, കുട്ടിലത്താണി, പുത്തനത്താണിയാണ്. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് ബർഗറും പിന്നെ ആപ്പിൾ ജ്യൂസും ആയിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടും. എനിക്കറിയാം നിങ്ങളെല്ലാവരും ചെയ്യും, നല്ല കുട്ടികളാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.